വെൽക്കം ബാക്ക് ടു റിച്ചൂസിന്റെ ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹോം ടൂർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എവിടെയാണ് ഹോം ടൂർ എന്നല്ലേ, നമ്മുടെ വീട്ടിലാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് പുറത്തുനിന്ന് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടാണിത്. എൻ്റെ കേക്കൊക്കെ അമ്മൂമ്മ തന്നാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ഞാൻ നമുക്കൊരു കുറച്ച് ഭംഗിയുള്ള കാര്യം കാണിച്ചു തരാം. മഴ പെയ്തിട്ട് നമ്മുടെ പുഴ ഒഴുകും. ഇതുപോലെ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഇത് കനാലൊന്നും അല്ല, വെള്ളം അങ്ങനെ തേങ്ങി പോവാണ്. ഇത് നടക്കണമെങ്കിൽ ഇത്തിരി കഷ്ടം. പഴയ വീട് സൈക്കിളോട്ടി കളിക്കുകയാണ്. ഒരു തരം വീടാണെങ്കിലും പക്ഷെ ഈ വീടാണ് നമുക്കിഷ്ടം. പെയിൻ്റൊക്കെ പോയിരിക്കുകയാണ്. അതൊന്നും ശ്രദ്ധിക്കണ്ട. ഫസ്റ്റ് എൻട്രൻസ് തന്നെ കുറച്ച് തെങ്ങുണ്ട്. രണ്ടെണ്ണുണ്ട്, അവിടെ ഒന്നുണ്ട്, ഇവിടെ ഒരു തെങ്ങ്. കൊയ്യാക്കും മറ്റൊരു ഒരു പ്രത്യേകത എങ്ങനെ പറയട്ടെ, പറയൂ. ഒരു കുരുവി എവിടെ നിന്ന് കൊയ്യാക്ക് കഴിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ബാത്റൂം പോയി. ഞങ്ങള് ചെറുപ്പത്തൊക്കെ ഇതിന്റെ മണ്ടക്ക് വരെ കയറും. ഇവിടെ കുത്തും ഇങ്ങനെ ഇങ്ങനെ കഴുകി. ഐ ഹാർട്ട് ഹാർട്ടി ഐ ലവ് യു എഴുതാൻ നോക്കിയതായിരിക്കും. അല്ല, അപ്പൂപ്പൻ്റെ ഐഡിയ ആണത്. ഹാങ് ഇങ്ങനെ കുറെ പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെ ഒരു പട്ടിക്കൂടുണ്ട്. ഫസ്റ്റ് അമ്മ എന്നെ പോലെ ഇരിക്കുമ്പോൾ പട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. ഗൈസ്, ഇവിടെ ഫസ്റ്റ് ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഫുള്ള് വെയിലത്ത് ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. കുരുമുളക് ഉണ്ട്, ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് കുരുമുളക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ പിഞ്ച് വന്നു. ഇതെന്താണ് ഇതിന്റെ പേര്? ആന്തൂര്യം. ആന്തൂര്യം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ജമന്തി. അല്ല, ജമന്തിയാണ്. അതാ ഇത് പിന്നെ അതിന്റെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞു വെച്ചാൽ ഇതാണ് വലിയ മരം. റോസ്, പന്നീർ റോസ് ആണ്. പിന്നെ ഇത് ഫുള്ള് നാരങ്ങ വന്നിട്ടുണ്ട്, നല്ല വലിയ നാരങ്ങ. ഇതെന്താണ് ഞാൻ ചെറുപ്പം തൊട്ട് നോക്കുന്നത്. ഈ ചെടിന്റെ പേര് പിന്നെ അവിടെ ചെമ്പരത്തി ഉണ്ട്. ചെടികളാണ്, എനിക്ക് ഇതിന്റെ പേരൊന്നും അറിയില്ല. അപ്പം വെച്ചാണ്. പിന്നെ ഗൈസ്, ഈ ഒരു ചെടി കണ്ടോ, ഇത് ഒന്നേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, അത് കുറേ പടർന്നു വന്നാണ്. പിന്നെ ഇത് എല്ലാവർക്കും അറിയണം കണക്കൂർക്കയാണ്. കണക്കൂർക്ക. ഇവിടെ ഒരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പ് ഫസ്റ്റ് നല്ലൊരു പൈപ്പ് ആയിരുന്നു, പിന്നെ പൊട്ടി പോയി, നാളെ പൊട്ടിച്ചത്. ഇവിടെ കുറച്ച് ഇത് എന്താണ്, ഇത് പക്ഷെ വാഴയല്ല, ടൈപ്പുള്ളൊരു പൂവാണ്. ഇങ്ങനെ ഒരു പൂവല്ല, കളറുമ്പോ അത്ര വൃത്തിയൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഇവിടെ ഞങ്ങൾ കുത്തി പൊളിച്ചു. ഗൈസ്, ഇവിടെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു. ചെടി വെക്കാനായിരുന്നു ഇവിടെ ഫുൾ സ്ഥലം ഞങ്ങൾ പൊളിച്ചത്. ഫസ്റ്റ് ഈ നഴ്സറിയിൽ ചെടി എടുത്ത് കൊടുക്കായിരുന്നു ഇവിടെ പണി. ഫുൾ ഇറിച്ചു നിൽക്കുന്ന സ്ഥലം മൊത്തം. ഇതില് വരുന്ന പൂ നല്ല ഭംഗിയുണ്ടാവും. വർഷത്തിലൊരിക്കലേ അത് പൂക്കുള്ളൂ. പിന്നെ ഇതെന്തോ ഒരു ചെടി, ഇതൊന്നും നമുക്ക് മുളക്, വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. തുളസിയൊക്കെ ഉണ്ട് ഒരു ചെടി. കൂടുതൽ ചെടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ അരളി ഉണ്ട്.
അലറീന. ഇതവിടെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, അരേലിയ ഗോൾഡ് ഉണ്ട്, ചെമ്പരത്തി ഉണ്ട്. ഇവിടെ കുറച്ച് കണ്ടിരിക്കണം, പക്ഷെ നമ്മൾ വളർത്തണതാണ്. കുറച്ച് ലില്ലി ഉണ്ട്, ലില്ലി പ്ലാന്റ് ഉണ്ട്. അവിടെ കുറേ ഗൈസ് മഴ വരാൻ തുടങ്ങി. ഗൈസ് ഇത് സ്നേക്ക് പ്ലാന്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ്. അതൊക്കെ വിറ്റ് പോയി. പിന്നെ അത് കുറച്ച് കരിഞ്ഞു പോയി. പിന്നെ ഇതെന്താണ് ഈ ചെടി? മറ്റേ എനിക്കറിയില്ല ഗൈസ്, മറ്റേ മുള്ളുള്ള ഒരു പൂവുണ്ട്, പ്ലാസ്റ്റിക് പോലത്തെ. പിന്നെ ഇവിടെ ഫുൾ വലിയ വലിയ അരേലിയ ഗോൾഡാണ്. നല്ല ഗ്രീനാണ്. ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാകും. ഇപ്പോൾ ലൈറ്റാണ് അറിയാം. ഇവിടെ ഞങ്ങളെ കാണിക്കുന്നില്ല. ഇത് അപ്പുറത്ത് തുടങ്ങാണ്. ഇവിടെ ഫുള്ള് വിറക് ആ മഴയത്ത് വന്നിട്ടാണ് ഞാൻ ചതൽ പിടിച്ചത്. ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഓടിത്തിരി വലുതാണ്. കുഞ്ഞു അതൊന്നും സീനാണ്. ഒരു അടുപ്പ് ഫുൾ തൊടുകാണ്. കണ്ടോ ഇങ്ങനത്തെ അടുപ്പ് നിങ്ങളുടെ അമ്മൂമ്മൻ്റെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിലോ ഉണ്ടെങ്കിൽ പഴയൊരു അങ്ങനെ ഗൈസ്. കള്ളപ്പൂച്ച, ഇവനെ എനിക്കിഷ്ടമേ ഇല്ല. വെറുതെ വന്ന് എൻ്റെ ചോറിൽ കൈയിടും. ഇതൊരു ചെറിയ തെങ്ങാണ്. ഗൈസ് ഇവിടെ താമരയുണ്ട്, മീനുണ്ട് ഗൈസ്. അതിൽ എന്റെ വീട്ടിലെ താമര ഇതാണ് നമ്മുടെ എൻട്രൻസ്. അപ്പോൾ നല്ല ഭംഗിയുള്ള വീടായിരുന്നു ഫസ്റ്റ് ആൽബമിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ഗൈസ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ആന വന്ന് നിൽക്കും പ്രോഗ്രാമിന് അല്ലേ. ഗൈസ് ഇവിടെ ഫുള്ള് അതാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ കല്ലിന്റെ 2 സ്റ്റെപ്സ് ആണ് കേട്ടോ. പൊട്ടില്ല, എന്നാലും പൊട്ടി ക്രാക്ക് ചെയ്തു. പിന്നെ ഇവിടെ ഒരു തിണ്ണയുണ്ട്. ഇങ്ങനത്തെ തന്നെ കണ്ടിട്ടുണ്ടോ? പിന്നെ ഇവിടെ ഒരു ഡോർ. വർക്ക് ചെയ്യാത്ത കോളിംഗ് ബെല്ലാണ്. നോട്ട് വർക്ക് ഞങ്ങൾ എഴുതി വെച്ചു. ഫുള്ളി നമ്മള് ഉള്ളിൽ വന്നു കഴിഞ്ഞ് വെച്ചാൽ ലൈറ്റ് മേലത്തിത് കറണ്ടില്ല. അവിടെ കറണ്ട് ഉണ്ടല്ലോ. പോണാളെ ഇവിടുത്തെ സ്വിച്ചുകൾക്ക് കുറച്ച് പ്രാന്താണ്. ഫസ്റ്റ് തന്നെ ഒരു ഇരുട്ടായിട്ടുണ്ട്. ഇത് കാണുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു മരത്തിൻ്റെ ഡോറുണ്ട്. പിന്നെ ഒരു മുളൻ്റെ ചെയറുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെയർ. ഇങ്ങനെ കുറേ ചെയർ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഫസ്റ്റ് റൂം തന്നെ. പിന്നെ ഫസ്റ്റ് ഇവിടെ എൻട്രൻസ് ചെയ്യുന്നത് നമ്മുടെ ദൈവത്തിന്റെ റൂമാണ്, സ്വാമി റൂം പറയും ഞങ്ങള്. അപ്പൊ ഇവിടെ ഒരു അലമാര ഉണ്ട് കേട്ടോ. ഇതിലാണ് തുണിയൊക്കെ വെക്കും, സാരികളും പിന്നെ അങ്ങനെ സാരികൾ കുറേ ആൽബംസും അതൊക്കെ അങ്ങനെ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുക. പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ അമ്മൻ്റെ അമ്മൂമ്മയാണ്. ഇവിടെ ഒരു ബാഗ്, കുറേ ഇത് ചെടികളുടെ സാധനങ്ങളും അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഒരു വിളക്കുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന സാധനമുണ്ട് കുറച്ചുണ്ട്, പക്ഷെ ഡെയിലി ചെയ്യും. പിന്നെ ഉണ്ട് ഒരു കൃഷ്ണന്റെ, ഇതൊരു കോല വിട്ടിട്ടാണ്. പിന്നെ നമ്മുടെ കൃഷ്ണ അതുണ്ട്. കൃഷ്ണന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇവിടെ കുറച്ച് ദൈവങ്ങളുടെ ഉള്ളൂ. പിന്നെ അങ്ങനെ കുറേ ദൈവമുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ദൈവങ്ങളുണ്ട്. താഴെ ഇവിടെ ശ്രീനാരായണ ഗുരു ഉണ്ട്. ഇവിടെ ഒരു ഇതെന്താ വെച്ചാൽ ഷോക്കേസിൽ വെക്കുന്ന സാധനമാണ്. ഇതിനുള്ളിൽ ഒരു ഗണപതി ഉണ്ടായിരുന്നു, അതിനാണ് തട്ടിപ്പറിച്ചെടുത്ത് കഴിച്ചു. അത് ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനി വെളിയിൽ വന്നു വെച്ചാൽ എൻ്റെ അമ്മനെ കാണാൻ പറ്റും. എൻ്റെ അമ്മനെ കാണിക്കാം. പിന്നെ അതിന്റെ ഇപ്പത്തെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓഫീസ് റൂമായിരുന്നു ഒരു ഷോക്കേസ് ആണ്. ഫുൾ അമ്മയ്ക്കും എൻ്റെ അപ്പൂപ്പൻ അമ്മയ്ക്കും എൻ്റെ വല്യമ്മയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുത്ത ബുക്സ് ഉണ്ടാവും, ഡിക്ഷണറി ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ശ്രീനാരായണ ഗുരു. പിന്നെ ഒരു കുട്ടി TV ഉണ്ട്, ഓടുകയൊക്കെ ചെയ്യും. നല്ല ടിവിയാണ്. നല്ല ടിവിയാണ്. പിന്നെ അപ്പൂപ്പൻ, ഇതാണ് ഞങ്ങളുടെ അപ്പൂപ്പൻ. ഇതാരാണെന്ന് നമുക്ക് ഇനിയും അറിയില്ല ആരാണെന്ന്. ഇതും അപ്പൂപ്പനാണ്.
ഇങ്ങനെ കുറേ ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. ഇത് നമ്മുടെ കസിൻസിന്റെ ഫോട്ടോസ് ചെറുപ്പത്തിലേതാണ്. പിന്നെ ഏട്ടൻ്റെ ആണ് കേട്ടോ. ഏട്ടൻ ചെറുപ്പത്തുള്ളപ്പോഴാണ്. 2012 ഇവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്. ഇവിടെ ഒരു കൊതുക് ഫ്രെയിം പോലത്തെ ഒരു സാധനമാണ്. പിന്നെ എന്റെ കസിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ആ കസിനാണ് ഈ കസിൻ. അപ്പോൾ ഇവിടെ ഒരു സോഫ അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇവിടെ താജ്മഹൽ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്. മേലെ ഒരു അപ്പുറത്തൊരു ഫോട്ടോ ഫ്രെയിം. ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട്, ഒരു ലൈറ്റ് ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്. പിന്നെ നമ്മുടെ അപ്പൊ ഇവിടെ കുഞ്ഞു റൂമുണ്ട്. ഈ 2 ഡോർ, ഇത് മാത്രം പ്രത്യേക റൂമാണ്. 2 ഡോർ ഉള്ള റൂമാണ്. ഇവിടെ എൻ്റെ അമ്മേന്റെ അമ്മമ്മ കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ഒരു റൂമാണ്. ഇതാണ് ബെഡ്റൂം. ഇതാണ് നമ്മുടെ മെയിൻ ഡോർ. ഇവിടെ ബെഡ്റൂം കിടന്നുറങ്ങുക. പക്ഷെ ഇവിടെ നല്ല രസമാണ് കേട്ടോ ഇവിടെ ഇരിക്കാനും. ഇവിടെ ഒരു കണ്ണാടി ഉള്ള ഒരു മലയാളമാറുണ്ട്. പിന്നെ ഈ കഥകളുടെ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ കാണുന്നുണ്ടോ താഴെ? ഈ കഥകളുടെ ഫോട്ടോ ഫ്രെയിം. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഈ ഒരു ഫോട്ടോ ഫ്രെയിം മേലെ വെച്ച് കഴിഞ്ഞു. ഇപ്പൊ താഴെ പിന്നെ ഇവിടെ 4 വിൻഡോ ഉണ്ട്. ഇതുള്ള 1 2 3 4. ഒരു വർക്ക് ചെയ്യാത്ത റേഡിയോ പിന്നെ സൂക്ഷിച്ച് വെച്ച് അല്ല വർക്ക് ആവണ റേഡിയോ ഉണ്ട്. പിന്നെ ഒരു അയൺ ബോക്സ് ഉണ്ട്. ഒരു ബെഡ് ഉണ്ട്. ഒരു വലിയ ബെഡ്, കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ബെഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഡ്രസ്സസും ടീഷർട്ട് പിന്നെ ഹാങ്ങർ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ഷെൽഫാണ്. ഇവിടെ മേക്കപ്പ് ഐറ്റംസ്, പിന്നെ വലിച്ചവി, എൻ്റെ അമ്മൂമ്മ നല്ലോണം മേക്കപ്പ് ചെയ്യും. കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റൂമിൽ ഇങ്ങനെ മെല്ലെ വെളി വരാം. മെല്ലെ മെല്ലെ. ഈ ഒരു സുന്ദരിക്കുട്ടിയാണ് എൻ്റെ അമ്മൂമ്മ. ചുന്തിരിക്കുട്ടിയാണ്. ഈ അമ്മൂമ്മന്റെ മകളാണിത്. ഈ അമ്മൂമ്മന്റെ അമ്മയാണ് അവിടെ കിടക്കുന്നത്. ഈ അമ്മൂമ്മന്റെ മകളാണ് ഇത്. ഈ മകളുടെ മക്കളാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ രണ്ടുപേരും. അമ്മ ഫുൾ ഗ്രാമർ മിസ്റ്റേക്കാണ്. അപ്പൊ ഈ നമ്മുടെ ഫ്രണ്ട് ഡോറിന്റെ നേർ ഓപ്പോസിറ്റ് ഡോറാണ്. ഇങ്ങനെ ഡബിൾ ഡോർ ഉള്ള ഒരു ഡോറാണ്. ഇത് കൂടുതൽ ആൾക്കാരില്ല. പട്ടി മുഴുവൻ ഓക്കെ. വൃത്തിയില്ലാത്തൊരു കിച്ചണാണ്. ഇവര് എന്താണ് കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവിടെ തന്നെ കളയും. ഒരു കിച്ചൺ ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട. ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ കലാപരിപാടികളാണ്. ഡൈനിങ് ടേബിൾ ഉണ്ട്, സിങ്ക് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. അതുണ്ട്. പിന്നെ അവിടെ ഒരു ഷെൽഫ് ഉണ്ട് കേട്ടോ, കുഞ്ഞു ഷെൽഫ്. ഇതിനുള്ളില് ഇതാണ് നമ്മുടെ ലക്ഷറി തിങ്. നിങ്ങളെ കാണുന്നുണ്ടോ? ഇതല്ല മേലത്തെ ലക്ഷറി തിങ്സ്. ഇതൊക്കെ വലിയ വലിയ എന്താ പോലെ ഇല്ലാട്ടാ. വലിയ വലിയ ഗസ്റ്റസ് ഒക്കെ ഇവിടെ വരും. അച്ഛൻ്റെ കുറെ ഫ്രണ്ട്സ്, അച്ഛനല്ല സോറി അപ്പൂപ്പൻ, വലിയ വലിയ ഫ്രണ്ട്സ് ഒക്കെയാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ വരും. എന്താ തൈര. ഒരു ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജിന്റെ കേക്ക് വെറുതെ കൈ പിടിച്ചിട്ട്. പിന്നെ ഇരുട്ട് റൂം എന്നാണ് ഞങ്ങൾ പറയും. ഈ സ്റ്റോറിന്റെ ഫുൾ അല്ലാതെ സാധനങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ബാക്ക് വീടിന്റെ ബാക്കിലാണ് വരുന്നത്. ബാക്കിലും ഇവിടെ ഇങ്ങനെ ഒരു തിണ്ണയുണ്ട്. ഇത് കുഞ്ഞു തന്നെയാണ്, പക്ഷെ ഫുൾ അഴുക്ക് കിടക്കുകയാണ്. ഇങ്ങനെ വരുമ്പോ ഗൈസ്, എൻ്റെ അപ്പൂപ്പ വന്നിട്ട് ഫുൾ ഡിസിപ്ലിൻ ഉള്ള ആളാണ്. ഈ ഫുൾ വന്നാൽ ഞങ്ങളിപ്പോൾ ഒരു മുട്ടായി വെച്ചു. മുട്ടായി കവർ ഞങ്ങൾ വീട്ടിലിടുന്ന പോലെ താഴെ ഇട്ട് വെച്ചാൽ എടുത്തുകൊണ്ട് വേസ്റ്റിൻ്റെ ഇടുക പറയും. ഇതാണ് ആ വേസ്റ്റ്. ഒരു സൈഡ് അത് ഇതൊക്കെ ഒരു സൈഡ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാകുക. പിന്നെ ഇവിടെ കുറേ ചെടികളുണ്ട്. ഇവിടെ ഫുൾ ചെടികളുണ്ടായിരുന്നു. മുഴുവൻ പറഞ്ഞാൽ ഞങ്ങളെ കുറേ ചെടി ഉണ്ടായിരുന്നു. നല്ല വീട്. ഞങ്ങളെ പണിയെടുത്തു ഗൈസ് ഇതൊക്കെ മാറ്റാൻ. പിന്നെ ഒരു പണ്ടത്തെ കിണർ. കിണറിൽ വെള്ളം ഫുള്ള് നിറഞ്ഞു. പാമ്പ് എവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഗൈസ്, ഈ കിണർ കാണുമ്പോൾ എൻ്റെ അമ്മയും അമ്മൂമ്മയും പോണ്ട അടുത്ത് പോലും നിൽക്കണം. ഭംഗിയുള്ള കിണറാണ്. ഇവരെൻ്റെ
ഇവര് എൻ്റെ അമ്മ ചെറുതായിരിക്കുമ്പോൾ പോണ്ട പറഞ്ഞിട്ടുള്ള സാധനമാണത്. Okay. അങ്ങനെ വെച്ചിരിക്കുന്നു. പിന്നെ അങ്ങനെ ഇവിടെ ഫുൾ ചെടികളാണ്. തൊടുക് കൊതു പിടിക്കാൻ വരും. ഗൈസ് ഇത് പപ്പായ ഉണ്ട്. ഗൈസ് പൈനാപ്പിൾ വരെ ഉണ്ട്. എന്ത് വേണമെങ്കിൽ ഈ ചെടികളെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണം, കാണണമെങ്കിൽ കമന്റ് ചെയ്യാൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിനെ പറ്റി ഞാൻ ഫുൾ ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇടും. ഇപ്പൊ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഫുൾ ലെങ്ത് ആകും. ഇവിടെ ഒരു വാഴയുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ മെയിൻ പാർട്ട് കാണിച്ചുതരാം. ഗൈസ് ഇങ്ങനത്തെ തുണി തിരുമ്പണം കഴിയുന്ന കണ്ടിട്ടുണ്ട്. അത് മറ്റേ ആട്ടിലുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് അത് നിങ്ങൾ കാണണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാം. ഒരു ഗ്രീൻ ഹൗസ് ഉണ്ട്. എന്നെ കാണിക്കും. ഒരു ഗ്രീൻ ഹൗസ് ആണ്. അപ്പോൾ ഇത് നമ്മളെ നഴ്സറി നോക്കൂ ഗൈസ്. മഴ വീണോണ്ട് പുറമൊക്കെ കൂടിയിരിക്കണം. ഗൈസ് അത് കണ്ടോ തുണങ്ങി. അയ്യോ വെള്ളം കെട്ടണം കണ്ടോ. മേലെ ഇങ്ങനത്തെ ഒരു വീടാണത്. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വെളിയിൽ പോയ AC കറ്റണം. അതുകൊണ്ടാണ് കുറേ നേരം ചൂടാണ്. പിന്നെ വെളിയിൽ പോയ AC കറ്റിട്ടുണ്ട്. കിട്ടില്ല. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. പിന്നെ 2 ബാത്റൂം ഉണ്ട്. അത് കാണിക്കണ്ട. അപ്പോൾ ഗൈസ് നമുക്കൊരു ഔട്ടർ ആയാലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.